ചിയ വിത്തുകൾ വെള്ളത്തിലോ പാലിലോ തടി കുറയ്ക്കാൻ ഏതാണ് നല്ലതെന്ന് നിങ്ങൾക്കറിയാമോ? കണ്ടാലൊരു കടുകുമണിയുടെ അത്ര പോലുമില്ല. എന്നാൽ വലിപ്പം കണ്ട് ഇവരെ കുറച്ചു കാണരുത്. കാരണം പുരാതന കാലം മുതൽക്ക് തന്നെ ശക്തിയുടെയും ഊർജ്ജത്തിന്റെയും പ്രതീകമാണ് ചിയ വിത്തുകൾ. പണ്ടുകാലത്ത് മായൻ ആസ്റ്റിക് പോരാളികൾ നീണ്ട യാത്രകൾക്കും യുദ്ധങ്ങൾക്കും പോകുമ്പോൾ ഊർജ്ജത്തിനായി കഴിച്ചിരുന്നത് ഈ വിത്തുകളായിരുന്നത്രേ. അതുകൊണ്ടുതന്നെ ചിയ എന്ന വാക്കിന് ശക്തി എന്നാണ് അർത്ഥം. ഇന്ന് നമ്മുടെ ഭക്ഷണശീലങ്ങളിൽ തീരെ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായി ചിയ വിത്തുകൾ മാറിക്കഴിഞ്ഞു. ജ്യൂസിലും സാലഡിലുമൊക്കെ ഇത് ഉപയോഗിക്കുന്നവരാണ് അധികവും. വെള്ളത്തിലോ പാലിലോ ഇടുകയാണെങ്കിൽ സ്വന്തം ഭാരത്തിന്റെ 10-12 ഇരട്ടി വെള്ളം വരെ ആഗിരണം ചെയ്ത് ഒരു ജെല്ലി പോലെ കട്ടിയുള്ള രൂപത്തിലേക്ക് മാറാൻ ചിയ വിത്തുകൾക്ക് കഴിയും. ഈ പ്രത്യേകതയാണ് ഇവയെ ഡയറ്റിലെ താരമാക്കി മാറ്റിയത്. ഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ചിയ വിത്തുകൾ വെള്ളത്തിൽ കുതിർത്ത് കഴിക്കുന്നതാണോ അതോ പാലിൽ ചേർത്ത് കഴിക്കുന്നതാണോ കൂടുതൽ ഫലപ്രദം? പോഷകാഹാര വിദഗ്ധയായ ദീപ്ഷിക ജെയിനിന്റെ അഭിപ്രായത്തിൽ ചിയ വിത്തുകൾ സ്ഥിരമായി കഴിക്കുന്നത് ആരോഗ്യത്തിന് ഏറെ ഗുണകരമാണ്. ഇതിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന നാരുകൾ ദഹനം എളുപ്പമാക്കുന്നു. വെള്ളത്തിൽ കുതിർക്കുമ്പോൾ ജെല്ലി രൂപത്തിലാകുന്ന ചിയ വിത്തുകൾ വയറുവീർക്കൽ, മലബന്ധം എന്നിവ കുറയ്ക്കാൻ സഹായിക്കും. ഇതിലടങ്ങിയിരിക്കുന്ന ഒമേഗ-3 ഫാറ്റി ആസിഡുകൾ ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും ഉത്തമമാണ്. തടി കുറയ്ക്കാൻ മാത്രമല്ല സൗന്ദര്യം കൂട്ടാനും ചിയ സഹായിക്കും. ഇതിലെ ആന്റി ഓക്സിഡന്റുകൾ ചർമ്മത്തിന് തിളക്കം നൽകുകയും അനാവശ്യമായ വീക്കങ്ങൾ കുറയ്ക്കുകയും ചെയ്യുന്നു. ഇവ ഫ്രീ റാഡിക്കലുകളെ ചെറുക്കുന്നതിലൂടെ ചർമ്മത്തിൽ നേരത്തെ ഉണ്ടാകുന്ന ചുളിവുകൾ, മങ്ങൽ എന്നിവ കുറയ്ക്കാൻ സഹായിക്കുകയും ചർമ്മത്തിന് സ്വാഭാവികമായ തിളക്കം നൽകുകയും ചെയ്യുന്നു. കൂടാതെ മുടിക്ക് കരുത്ത് നൽകുന്ന പ്രോട്ടീനും ഇതിലടങ്ങിയിട്ടുണ്ട്. കാലറി കൂടാതെ ശരീരഭാരം കുറയ്ക്കുകയാണ് വേണ്ടതെങ്കിൽ വെള്ളത്തിൽ ചേർത്ത ചിയ വിത്തുകളാണ് നല്ലത്. 2015 പഠനങ്ങൾ പ്രകാരം ശരീരത്തിൽ ജലാംശം നിലനിർത്താൻ ഇത് സഹായിക്കും. ജലാംശം കൂടുന്നത് അനാവശ്യ വിശപ്പിനെ അകറ്റി നിർത്തും. പ്രധാന ഭക്ഷണത്തിനു മുൻപ് ചിയയിട്ട വെള്ളം കുടിക്കുന്നത് വയറുനിറഞ്ഞ പ്രതീതി ഉണ്ടാക്കാനും അമിതമായി ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കാനും സഹായിക്കും. ചൂടുകാലത്ത് ശരീരത്തിന് തണുപ്പ് നൽകാനും ഇത് മികച്ചതാണ്. പ്രഭാത ഭക്ഷണത്തിനോ അല്ലെങ്കിൽ വൈകുന്നേരത്തെ ലഘുഭക്ഷണത്തിനോ പകരമായി ഉപയോഗിക്കാൻ പറ്റിയതാണ് പാലിൽ ചേർത്ത ചിയ സീഡ്സ് അഥവാ ചിയ പുഡിൻ. പാലിലെ കാൽഷ്യം, പ്രോട്ടീൻ, വിറ്റമിൻ B12 എന്നിവ ശരീരത്തിന് ദിവസം മുഴുവൻ വേണ്ട ഊർജ്ജം നൽകുന്നു. എന്നാൽ കൊഴുപ്പ് കൂടിയ പാൽ ഉപയോഗിക്കുന്നത് കാലറി വർദ്ധിക്കാൻ കാരണമാകുമെന്നതിനാൽ അളവ് നിയന്ത്രിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആരോഗ്യ ഗുണങ്ങൾ ഏറെയാണെങ്കിലും ചിയ വിത്തുകൾ ഉണങ്ങിയ രൂപത്തിൽ കഴിക്കുന്നത് ഒഴിവാക്കണമെന്ന് വിദഗ്ധർ പറയുന്നു. ഇവ വെള്ളം വലിച്ചെടുത്ത് തൊണ്ടയിൽ വെച്ച് വീർക്കാൻ സാധ്യതയുണ്ട്. ഇത് ശ്വാസമുട്ടലിന് വരെ കാരണമായേക്കാം. അതുകൊണ്ട് എപ്പോഴും വെള്ളത്തിലോ പാലിലോ കുതിർത്ത ശേഷം മാത്രം കഴിക്കുക. ദിവസവും 1-2 ടേബിൾ സ്പൂൺ വരെ ചിയ വിത്തുകൾ കഴിക്കുന്നതാണ് നല്ലത്. ആദ്യമായി കഴിക്കുന്നവർ ചെറിയ അളവിൽ തുടങ്ങി ശീലമാക്കുക. ഒരു ദിവസം 1-2 ടേബിൾ സ്പൂൺ ചിയ സീഡ്സ് കഴിക്കാം. കഴിക്കുന്നതിന് അരമണിക്കൂറിന് മുൻപെങ്കിലും കുതിർത്തു വെക്കണം. സ്മൂത്തികളിൽ, യോഗേർട്ട്, ഓട്സിൽ എന്നിവയിൽ ടോപ്പിംഗ് ആയി ചേർത്ത് കഴിക്കാം. 1 കപ്പ് വെള്ളത്തിലേക്ക് ചിയ വിത്തുകൾ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. അതിനൊപ്പം തന്നെ ചെറുനാരങ്ങ നീരും തേനോ മേപ്പിൾ സിറപ്പോ കൂടി ചേർക്കാവുന്നതാണ്. ഇനി 10 മിനിറ്റും മാറ്റിവെക്കാം. ചിയ വിത്തുകൾ നന്നായി കുതിർന്ന് വീർത്തതിനു ശേഷം മാത്രം കുടിക്കാം. 1 കപ്പ് വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ ചിയ വിത്തുകൾ മിക്സ് ചെയ്തതിനു ശേഷം ഇഷ്ടമുള്ള ഫലങ്ങൾ അലിഞ്ഞു ചേർക്കാവുന്നതാണ്. കുറച്ചു മണിക്കൂർ ഫ്രിഡ്ജിൽ അല്ലെങ്കിൽ ഒരു രാത്രി മുഴുവനോ വെച്ചതിനു ശേഷം കഴിക്കാം. തയ്യാറാക്കുന്ന വിധം: 1 കപ്പ് തേങ്ങാവെള്ളത്തിലേക്ക് മേൽപ്പറഞ്ഞ അളവിലുള്ള ചിയ വിത്തുകൾ ചേർത്ത് ഇളക്കാം. ഇനി 10 മിനിറ്റ് നേരം ഈ വെള്ളം മാറ്റിവെക്കാവുന്നതാണ്. ശേഷം കുടിക്കാം.